ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കുന്നത്. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെയും. അപ്പൊ നമ്മുടെ മിനു മുനീർ ചേച്ചി പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമഡിയാണ്. മിനു മുനീർ ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മുകേഷിനെതിരെ പീഡന പരാതി കൊടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, മുപ്പത്തിന്നെ. മുകേഷിനെതിരെ മാത്രമല്ല മറ്റു പല നടന്മാർക്കെതിരെയും പുള്ളിക്കാരി പീഡന പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മുകേഷിനെതിരെയുള്ള പീഡന പരാതി അപ്പാടെ കോടതി തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുകേഷിനൊപ്പം ഈ സ്ത്രീ ചെയ്ത കാര്യങ്ങളെല്ലാം പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്തതാണെന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് പീഡന പരിധിയിൽ വരില്ലല്ലോ. എന്തായാലും കോടതി അങ്ങനെ നിരീക്ഷിച്ചതോടെ ഈ സ്ത്രീ ഏകദേശം ഫ്രോഡാണെന്നുള്ളത് പബ്ലിക്കിന് മനസ്സിലായി എന്നുള്ളതാണ്. അതോടെ ഇവർ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പതിയെ മെല്ലെ പൊങ്ങി വരാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മിനു മുനീറിനെതിരെ വലിയൊരു ആരോപണവുമായി ഒരു പെൺകുട്ടി രംഗപ്രവേശനം ചെയ്യുന്നത്. 2014 മൂവാറ്റുപുഴയുള്ള തന്നെ ചെന്നൈയിൽ കൊണ്ടുപോയി സെക്സ് റാക്കറ്റിന് വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യുവതിയുടെ പരാതി. ആ സമയത്ത് ഈ യുവതിയുടെ പ്രായം എന്ന് പറഞ്ഞത് 16 വയസ്സായിരുന്നു. മിനു മുനീറിന്റെ അമ്മേന്റെ പെങ്ങളെ മോളാണ് ഇപ്പൊ ഈ പരാതിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത്രയും അടുത്ത ബന്ധമാണ്. എന്തായാലും പുള്ളിക്കാർ ഇന്നലെ റിപ്പോർട്ടർ ടിവിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 2014 ഞാൻ എൻ്റെ 10th കഴിഞ്ഞ് ഞാൻ എൻ്റെ വെക്കേഷൻ നിൽക്കുമായിരുന്നു. അപ്പം ആ ടൈമിൽ ഈ വ്യക്തി അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് പുള്ളിക്കാരി ഒരു 6-7 സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ പുള്ളിക്കാരി എന്താണെന്ന് പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. സിനിമയിൽ അഭിനയിക്കുന്നു, ആൻറ്റി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രം നമുക്കറിയുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചു, വെക്കേഷനല്ലേ, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരിൽ എന്നെ വിളിച്ചത്, വെക്കേഷനല്ലേ എന്തിനാ അവിടെ നിൽക്കുന്നത്, ചെന്നൈയിലേക്ക് വാ, നമുക്ക് 1-2 സിനിമയിൽ ഓഡിഷനൊക്കെ പോയി ട്രൈ ചെയ്യാം, സിനിമയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാവി ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ബന്ധു വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ ഒരു വെക്കേഷൻ പിന്നെ ഈ പറഞ്ഞ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം വളരെ നോർമലായിട്ട് പോയി. അടുത്ത ദിവസം എന്നെ ഓഡിഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത്, വേറെ പേടിക്കാനൊന്നുമില്ല, സ്വന്തം സഹോദരൻ കൂടെയാണല്ലോ പോകുന്നത്. അപ്പം ഞാനും കൂടെ പോയി. അപ്പോൾ ഓഡീഷനാണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ, എവിടെയാണ് ഓഡീഷൻ, ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓഡീഷൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളും വൈറലുള്ള കാര്യങ്ങളൊന്നും നമുക്കിത് എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ ചെന്നപ്പോൾ ഒരു റൂമിൽ 4 5 6 ആൾക്കാരുണ്ട്. അവരിങ്ങനെ നോക്കി കണ്ടു. ഒരു കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരുകയും എൻ്റെ മുടിയിൽ മുഖത്തൊക്കെ വന്ന് തൊടുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ തോന്നി. കാരണം എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളെ എൻ്റെ അനുവാദം ചോദിക്കാൻ എൻ്റെ ശരീരത്തൊന്ന് തൊടുന്നു, മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു, ഇവരത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കി, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ചു നിന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി. എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, നീ ഇവിടെ നിൽക്കുന്നത്, എനിക്കൊന്നും എന്താ കുഴപ്പം, ഞാനല്ല നിന്റെ കൂടെ ഉള്ളത്, നീ എന്തിനാ ഈ വെപ്രാളപ്പെടുന്നത്, നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. കാരണം എനിക്കറിയില്ല, എനിക്കറിയാത്തൊരു നാട്, എനിക്കറിയാത്തൊരു ഭാഷ, എനിക്ക് ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഓർക്കണം, എനിക്കന്ന് എൻ്റെ പ്രായം നിങ്ങളൊന്ന് ഓർക്കണം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട. അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി, പേടിക്കേണ്ട, നിനക്കൊന്നും വരാൻ പോകുന്നില്ല, നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ടത് അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്കറിയത്തുള്ളൂ. അപ്പം നീ ഒന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ നിന്റെ ഭാവി സുരക്ഷിതമാവും, നീ സേഫ് ആവും, നീ ഇപ്പോൾ 10th കഴിഞ്ഞ് നിൽക്കുമല്ലേ, നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ. ആൻറ്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിന് മുമ്പ് ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആൻറ്റി നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ ദുബായിലൊക്കെയാണ്. അപ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ, നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കയറ്റിക്കൊണ്ട് പോകാം, നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചേച്ചി നമ്മൾ വിചാരിച്ച പോലല്ലോ, ആള് കൊള്ളാലോ. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞ മിനു മുനീറിന്റെ കസിൻ പറഞ്ഞെന്താണ്, സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഓഡീഷനാണെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ മുന്നിൽ തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അല്ലെ, ചില്ലർ അലഗേഷനും നല്ലത്. ഞാൻ ആലോചിക്കണതല്ലേ, ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇത്രയും വലിയ ഉടായ്പ കാണിച്ച ആളാണ് നടന്മാർക്കെതിരെ അലിഗേഷനായിട്ട് വന്നേക്കുന്നത്. എന്ത് യോഗ്യതയാണ് അതിനൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ അവസാനമായി ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം കൂടി നിങ്ങൾ നോക്കി. ഈ മിനു ചേച്ചിക്ക് സ്വന്തമായിട്ട് ഡാൻസ് ക്ലാസും ട്രാവൽ ഏജൻസിയും ഒക്കെ ഉണ്ട്. അതുവഴി ഒരുപാട് പെൺകുട്ടികളെ സെക്സ് മാഫിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അല്ലെ. ഈ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ആ വഴിക്ക് അന്വേഷണങ്ങൾ നീങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇവരെ നശിപ്പിച്ചു കാണും അല്ലെ. എന്തായാലും മിനു മുനീറിന്റെ കസിന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. അവരുടെ അടുത്ത് അവർ എന്താണ് പറയുന്നത്, അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു. എനിക്കത് മനസ്സിലായി, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കറിയാലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ രീതികൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു. അപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇവിടുന്ന്
ഞാൻ പറയുന്ന കേക്ക് നിനക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, കാരണം അവരെ കമ്പനി കാണാം എന്നെ വിടാതിരിക്കാനായിട്ട്. 4-5 അപരിചിതരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപരിചിതരെ താങ്കളെ പക്ഷേ താങ്കളെ മറ്റൊന്നും ചെയ്തില്ല, ദേഹോപദ്രവം ഒന്നും പിന്നിൽ ചെയ്തില്ല. ശരീരത്തിൽ തൊട്ടു, താങ്കൾ ബഹളം വെച്ചു, താങ്കൾ പുറത്തേക്ക് ഇറങ്ങി. ഇല്ല, കീഴ്പ്പെടുത്താൻ നോക്കുന്നില്ല. ഞാൻ അവിടെ ചെന്ന സമയത്ത് അങ്ങനെയല്ല. ഞാൻ അവിടെ ചെന്ന സമയത്ത് 4-5 പേരുണ്ടായിരുന്നു. ഇവർ എന്നെ കാത്ത് നിൽക്കുന്ന പോലെയാണ് നിന്നത്. അതിൽ ഒരാളൊന്ന് ഷെയ്ക്കാൻ്റെ വന്ന് എനിക്ക് നോർമലായിട്ട് തോന്നി. പക്ഷേ പിന്നീട് ഒരാൾ വന്ന് ഷെയ്ക്കാൻ തരുന്ന കൂടെ എൻ്റെ മുഖത്തും എൻ്റെ മുടിയിലും കവിളിലൊക്കെ തൊടാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ തട്ടി മാറ്റി. ആ തട്ടി മാറ്റിയ സമയത്ത് ആ വ്യക്തിയാണ് പറഞ്ഞത്, ആ വ്യക്തി തമിഴിലാണ് പറഞ്ഞത്, ഓക്കെ അന്ന രീതിയിൽ അവർ സംസാരം, അവർ തമ്മിൽ ഈ പറയുന്ന എന്നെ കൊണ്ടുപോയ സ്ത്രീയും അവരും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. അത് കഴിഞ്ഞ് താങ്കളെ ഇങ്ങനെ സമീപിക്കുമ്പോൾ ഈ ആന്റി റൂമിലുണ്ടോ? റൂമിലുണ്ട്. അപ്പൊ ആന്റിയുടെ സാന്നിധ്യത്തിലാണ് ആന്റി ഇത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല എന്ന് കണ്ടപ്പോ അവർ ഈ പെൺകുട്ടിയെ വെറുതെ വിട്ട് കേട്ടോ. വല്ലാണ്ട് ഫോഴ്സ് ചെയ്യാനൊന്നും നിന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അനുവാദമില്ലാതെ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇത് സെക്ച്വൽ ഹറാസ്മെന്റിന്റെ പരിധിയിലേ പെടുത്തുള്ളൂ. പിന്നെ സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സാണ്, പോക്സോന്റെ പരിധിയിലാണ് വരാം. അപ്പൊ പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ ഇത് പോക്സോ കേസായി മാറാനാണ് സാധ്യത. എന്തായാലും സംഭവം ഇത്രയൊക്കെ ആയപ്പോ തന്നെ നമ്മൾ മിനിച്ചേച്ചി പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ പ്രതികരണം ഒന്ന് കേട്ടോക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. കാരണം ഇത് ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50ഓളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA, 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കില്ല. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മറ്റേ UK ഒരു സ്പോൺസർ. അപ്പൊ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനുവേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്. ഭയങ്കര പ്രശ്നക്കാരിയാണ്. ശരി, ഇപ്പൊ പ്രശ്നക്കാരി ആരാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി. എന്തായാലും ഓണൊക്കെ കഴിഞ്ഞ് ചേച്ചി വലിയൊരു പടക്കം പൊട്ടിക്കാൻ നിന്നതായിരുന്നു. പക്ഷെ ചേച്ചി കിട്ടി തന്നെ പൊട്ടി എന്നുള്ളതാണ്. എന്ത് പറയാനാ, വല്ലാത്തൊരു ഗതികേടായി പോയി. എന്തായാലും 50ഓളം കുട്ടികളെ ഇറക്കി കളിക്കാനുള്ള പ്ലാൻ ആയിരുന്നു ചേച്ചിൻ്റെത്. ഒക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്തോ പറയുന്നുണ്ടല്ലോ 15 MLA-മാർക്കെതിരെ ആരോപണമായിട്ട് വരുന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരുമാതിരി രാഷ്ട്രീയ അജണ്ട പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പൊതുവേ രാഷ്ട്രീയക്കാർക്കുള്ള സ്വഭാവമാണല്ലോ, കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടാണെങ്കിൽ പെണ്ണ് കേസ് ഇറക്കി അപ്പുറത്തെ പാർട്ടിക്കാരെ നാറ്റിക്കാന്നുള്ളത്. അപ്പൊ ഈ MLA-മാരെ ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് മിനു മുനീർ പണിയെടുക്കുന്നതും കൂടി അറിയാൻ സാധിക്കായിരുന്നു. എന്തായാലും കൊള്ളാൻ ചേച്ചിക്ക് ഇപ്പൊ പാർട്ടിയിൽ വരെ അതിലെ പിടിപാടുകളൊക്കെ. പിന്നെന്തോ ബാലചന്ദ്ര മേനോനെതിരെയും ജാഫ്രിഡിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർ കൊടുക്കാൻ വിചാരിച്ചതായിരുന്നു. ഒക്കെ പാളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിന് ശേഷം മിനു മുനീർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ ഫേസ്ബുക്കിലൂടെ പരസ്യപ്പെടുത്തി എന്നുള്ളതാണ്. എന്നിട്ട് ഒരു നീണ്ട കഥ പോലുള്ള ഒരു പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ഇവർ അമ്മയും മോളും ചെന്നൈയിൽ 3 ദിവസം വന്നിരുന്നു. ഇവർക്കുള്ള ടിക്കറ്റ് ഞാനാണ് അയച്ചു കൊടുത്തത്. മകളെ പീഡിപ്പിക്കാൻ അമ്മ കൂട്ടുവരുമോ? ഇവർ വന്ന ടിക്കറ്റും പോയ ടിക്കറ്റും മെയിൻ പ്രൂഫും ഉണ്ട്. എനിക്ക് ഷൂട്ടുണ്ടായത് കൊണ്ട് ഇവരെ കറക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. മൂവാറ്റുപുഴയിൽ എന്തോ പ്രശ്നം കാരണം സ്റ്റേഷനിൽ പോവുകയോ, കാമുകന്റെ എന്തോ പ്രശ്നം, ഒരു ചേഞ്ചിന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബിസിയാണ്, വരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ തന്നെ നന്നായി ക്വസ്റ്റ്യൻ ചെയ്യണം. ഇവർ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഷൂട്ടിലായിരുന്നു. എന്റെ മക്കൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിന്റെ പ്രൂഫുണ്ട്. പണ്ടത്തെ കാലമല്ല, വായിൽ വരുന്നത് പറയാൻ. ഈ കുട്ടിക്ക് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്. സോറി തുറന്ന് എഴുതിയതിന്. ഇതുപോലുള്ള കള്ളം കാശിന് വേണ്ടി തട്ടുവിടുമ്പോൾ എല്ലാ കാര്യങ്ങളും പൊതുജനത്തെ അറിയിക്കണമല്ലോ. ആരോ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ. സത്യം വിജയിക്കും. അതെന്നാണ് ചേച്ചിനോടും പറയാനുള്ളത്. സത്യം വിജയിക്കും. ആ വിജയിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിക്കെതിരെ അവിഹിതമൊക്കെ ഇവിടെ മിനിച്ചേച്ചി ആരോപിക്കുന്നുണ്ട് അല്ലെ. ഇതെന്തോ കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോ തൊടിനായി നിരത്തി സ്വയം വെളുപ്പിക്കാൻ ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ വീടെടുത്ത് കിടന്നു ഉരുളന്നല്ലേ. എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.